ഹലോ, തൃശ്ശൂർ പാലക്കാട് ഭാഗത്തുനിന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂസ്ഫുൾ ആയേക്കാവുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു ബ്ലോക്കിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ കവർ ചെയ്യാനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞുതരുന്നത്. ഹൈവേയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഡിവിയേഷൻ എടുക്കുന്നത് കൊടകരയിൽ നിന്നാണ്. കൊടകര ഓവർബ്രിഡ്ജിന്റെ താഴെ റൈറ്റിലേക്കുള്ള മാളയിലേക്കുള്ള വഴിയാണ് നമ്മൾ ടേൺ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഇവിടെ നിന്ന് എയർപോർട്ട് വരെ എത്താൻ 1.5 മണിക്കൂറിന് മേലെ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനും കാരണമായത്. ഏകദേശം ഒരു 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ എത്തുന്നത് ആളൂരിലാണ്. ആളൂരിൽ നിന്ന് നേരെ ലെഫ്റ്റിലേക്കുള്ള ഈ കാണുന്ന കട്ടിങ്ങാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് നേരെ ഇരിഞ്ഞാലക്കുട ചാലക്കുടി റൂട്ടിൽ ജോയിൻ ചെയ്യും. അവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ള ഈ മാള റോഡിലേക്ക് എൻ്റർ ചെയ്യണം. ഇവിടെ നിന്ന് ഏകദേശം സ്ട്രെയിറ്റ് 13 കിലോമീറ്ററോളം പോകാനുണ്ട്. ഇത് മാള റോഡാണ്. ഈ വഴിയിൽ ഒരു മീഡിയം തിരക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയം ഏകദേശം 4 മണിയാണ്. ഈ വഴിയിൽ കുമ്പിടിഞ്ഞാമാക്കലിൽ മാത്രമാണ് ചെറിയൊരു ബ്ലോക്ക് കിട്ടാറുള്ളത്. അതും പീക്ക് ടൈമിലാണ് കാണാറ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ പ്രൈവറ്റ് ഗാർഡനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വടമ്മ പാമ്പുമേക്കാട് എല്ലാം കഴിഞ്ഞ് നേരെ മാള കാവനാട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തുന്നു. ഈ കാണുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള മാള ബൈപ്പാസ് റോഡാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ മാള ടൗൺ ഒന്നും ടച്ച് ചെയ്യാണ്ടാണ് പോകുന്നത്. ഏകദേശം 2.5-3 കിലോമീറ്ററോളം റബ്ബറൈസ്ഡ് അല്ലാത്ത റൂട്ടാണ്. ഇത് നേരെ എൻ്റർ ആവുന്നത് മാള അന്നമനയുടെ റൂട്ടിലേക്കാണ്. അവിടെ നിന്ന് 1.5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ വലിയ പറമ്പ് സെൻറ്റർ കാണാം. അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. അവിടെ നിന്ന് ഏകദേശം 3.5 കിലോമീറ്ററോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് ആലുവ എന്ന ബോർഡ് കാണാൻ പറ്റും. അന്നമനട എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ബോർഡ് നോക്കിയിട്ട് നമ്മൾ റൈറ്റിലേക്കുള്ള ടേണിങ് എടുക്കുക. ഇതും ഒരു ബൈപ്പാസ് റോഡാണ്. റബ്ബറൈസ്ഡ് അല്ല, പക്ഷെ നമുക്ക് കിലോമീറ്റർ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ വഴി കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് കാറുകൾക്കാണ്. എയർപോർട്ടിലേക്കൊക്കെ പോകുന്നവർക്ക് ഈ ടൈം കൈപ്പിടിച്ച് പോകാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ അന്നമനട അത്താണി റൂട്ടിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ റൈറ്റിലേക്ക് കാണുന്ന വഴിയാണ്. നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിൽ എൻ്ററായി. ഈ സ്ഥലത്തിൻ്റെ പേര് പൂവത്തുശ്ശേരി. ഈ കാണുന്നത് ചാലക്കുടി പുഴയാണ്. ഏകദേശം 3 കിലോമീറ്ററോളം കഴിയുമ്പോൾ നമ്മൾ പാറക്കടവ് പാലത്തിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പാലമാണിത്. ഈ പാലം കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പ്രസിദ്ധമായിട്ടുള്ള മൂഴിക്കുളം ക്ഷേത്രം വരുന്നത്. ബേസിക്കലി വഴിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീതിയുണ്ട്, പക്ഷേ വളവും തിരിവും ചെറുതായി കൂടുതലാണ്. അതുകൊണ്ട് വരുന്നവർ ഓവർ സ്പീഡിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. ഏകദേശം 5 കിലോമീറ്ററോളം കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് അത്താണി പറവൂർ റൂട്ടിലെ ചെങ്ങമനാടാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ അത്താണി സെൻറ്റർ എത്തി. അങ്ങനെ നമ്മൾ യാതൊരു ബ്ലോക്കുകളും ഇല്ലാതെ കൊടകരയിൽ നിന്ന് അത്താണിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഹൈവേ വഴി വരുമ്പോൾ 29 കിലോമീറ്റർ ആണ് വരുന്നത്. നമ്മൾ വന്നപ്പോൾ 37 കിലോമീറ്റർ, ഏകദേശം 8 കിലോമീറ്ററിൻ്റെ വേരിയേഷനാണ് നമുക്ക് വന്നിരുന്നത്. പക്ഷേ സമയം നോക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂറിനധികം സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫൈനൽ സ്റ്റോട്ട്.